ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ RRBയുടെ എക്സാം വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മുടെ കഴിഞ്ഞ RRB എക്സാമുകൾക്ക് സയൻസിലെ ബയോളജിയിൽ നിന്ന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിന്റെ കൺസെപ്റ്റുകളുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം ഇതാണ്: രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാണ്? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവെ വരുന്നതാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ തോത് എത്രയാണെന്നാണ്. സാധാരണഗതിയിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് 70-110 mg/100 ml ആണ് രക്തത്തിലെ സാധാരണ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി രക്തത്തിലെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120/80 mmHg ആണ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, നോർമൽ BP എന്ന് മനസ്സിലാക്കുക. BP ഇത് ഗ്ലൂക്കോസ് ലെവൽ ആണ്, 70-110 mg/100 ml. നമ്മുടെ ചോദ്യം എന്ന് പറയുന്ന രക്തത്തിന്റെ കാൽസ്യത്തിന്റെ സാധാരണ കാൽസ്യത്തിന്റെ തോതാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് 9-11 mg/100 ml ആണ് എന്ന് മനസ്സിലാക്കുക. സോ രക്തത്തിലെ നോർമൽ കാൽസ്യം ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 9-11 mg/100 ml ആണ് രക്തത്തിലെ സാധാരണ കാൽസ്യത്തിന്റെ അളവ് എന്ന് മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് ഹോർമോണുകളുടെ പേരും കൂടെ പഠിച്ചോളുക. ഒന്ന്, രക്തത്തിലെ സാധാരണ കാൽസ്യം ലെവല് 9-11 mg/100 ml ആണ്. ഇനി കാൽസ്യം ലെവൽ കൂടുകയാണ് എങ്കിൽ, അതായത് രക്തത്തില് കാൽസ്യത്തിന്റെ ലെവൽ കൂടുകയാണ് എങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന, കാൽസ്യം ലെവൽ കൂടുകയാണ് എങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. എന്താ? കാൽസിട്ടോണിൻ. ഓക്കെ, കാൽസിട്ടോണിൻ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോക്സിനും കാൽസിട്ടോണിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. അത് എന്തിനു സഹായിക്കുന്നു? രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിട്ടോണിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. എന്താ? പാരാതോർമോൺ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് കാൽസ്യത്തിന്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ. അത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോൺ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രക്തത്തിലെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ 70-110 mg/100 ml. രക്തത്തിലെ നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mmHg. നോർമൽ കാൽസ്യം ലെവല് 9-11 mg/100 ml ആണ്. കാൽസ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിട്ടോണിനും. ഇനി കാൽസ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോണും ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഏതാണ്? കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്, അല്ലെ? വൈറസുകൾ പരത്തുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. കരൾ വീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ലക്ഷണങ്ങളോട് ഒന്നായിട്ട് വരുന്നത് നമുക്കറിയാം. നമ്മുടെ കരള് സെക്രീറ്റ് ചെയ്യുന്ന ഒരു നോൺ എൻസൈം ഉണ്ട്, അല്ലെ? ദഹനത്തിനൊക്കെ സഹായിക്കുന്ന, കൊഴുപ്പിന്റെ ഡൈജഷനൊക്കെ സഹായിക്കുന്ന ഒരു നോൺ എൻസൈം ഉണ്ട്. ആ നോൺ എൻസൈമിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈൽ എന്ന് പറയും, അല്ലെ? ബൈൽ എന്ന് പറയും. സോ ബൈൽ എന്ന് പറയുന്ന എൻസൈം, സോ ലിവർ വീർക്കുന്ന കൊണ്ട് അത് ഈ ബൈലിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുകയും
തന്മൂലം ബൈലിലുള്ള ഒരു പിഗ്മെന്റ് അല്ലെങ്കിൽ ഒരു വർണ്ണകമാണ് ബിലിറൂബിൻ. എന്താ? ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്. ആ ബിലിറൂബിന്റെ അളവ് കൂടുകയും തന്മൂലം നമ്മുടെ വൈറ്റ് പോർഷൻസ്, അതായത് നമ്മുടെ കണ്ണ്, നെയില് തുടങ്ങിയ ഭാഗങ്ങൾ മഞ്ഞ നിറത്തിലേക്ക് ആവുകയും ചെയ്യുന്നു. അതാണ് ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം എന്ന് കൂടി മനസ്സിലാക്കുക. സോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് വരുന്ന രോഗമാണ്. പ്രധാനമായിട്ടും ബാധിക്കുന്ന കരളിലെയാണ്. കരളിന് വീക്കം ഉണ്ടാകുന്നു. തന്മൂലം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്, അതിന്റെ ഫ്ലോ തടസ്സപ്പെടുകയും അതിലുള്ള പിഗ്മെന്റ് ആയിട്ടുള്ള ബിലിറൂബിന്റെ അളവ് കൂടുകയും തന്മൂലം ബിലിറൂബിന്റെ അളവ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് പോർഷൻസ്, അതായത് നമ്മുടെ നെയില്, നമ്മുടെ കണ്ണ് തുടങ്ങിയ ഭാഗങ്ങൾ മഞ്ഞ നിറത്തിലേക്ക് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തിന്റെ? ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: സസ്യങ്ങളിൽ വഴുവഴുക്കം ഉണ്ടാക്കുന്ന സ്ഥിരകലകളെ എന്ത് വിളിക്കുന്നു? വഴുവഴുപ്പം ഉണ്ടാക്കുന്ന സ്ഥിരകലകൾ. അപ്പൊ സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട കലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, മൂന്നെണ്ണമാണ്. അതിലെ പാരൻകൈമ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേരുന്നതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. മൃദുവായ സസ്യഭാഗങ്ങൾ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നത് പാരൻകൈമ. അതേപോലെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംശ്ലേഷണത്തിനും സഹായിക്കുന്നു, അല്ലെ? പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻകൈമകളാണ്. ഓക്കെ. അടുത്തത് കോളൻകൈമയിലേക്ക് വരുമ്പോൾ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ഏതിനാണുള്ളത്? കോളൻകൈമയിൽ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ കാണപ്പെടുന്നു. സ്ക്ലീറൻകൈമയിലേക്ക് വരുമ്പോൾ എന്താണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇനം കട്ടി കൂടിയ കോശങ്ങൾ, എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയത് സ്ക്ലീറൻകൈമയാണ്. അതേപോലെ കോളൻകൈമയുടെ ഒരു പോയിന്റ് ആണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു, അല്ലെ? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻകൈമകളാണ്. ഇവിടെ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻകൈമ ആണ് എന്ന് കൂടി മനസ്സിലാക്കും. പ്രധാനപ്പെട്ട സ്ഥിരകലകൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമ ഏറ്റവും മൃദുവായതുള്ളതാണ്, മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്, ലഘുഘടനയുള്ളതാണ്. കോളൻകൈമയിലേക്ക് വരുമ്പോൾ മൂലകളിൽ മാത്രം കട്ടി കൂടിയത്, അതുപോലെ വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമ എല്ലാ ഭാഗവും കട്ടി കൂടിയത്, സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ചോദ്യം ഇതാണ്: സസ്യങ്ങളിൽ വഴക്കമുണ്ടാക്കുന്ന സ്ഥിരകലകളെ വിളിക്കുന്ന പേര് പാരൻകൈമ അല്ല, ഏറൻകൈമ അല്ല, സ്ക്ലീറൻകൈമ അല്ല. ആൻസർ കോളൻകൈമകളാണ്, അല്ലെ? കോളൻകൈമകളാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യം വന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. പല ചോദ്യ പേപ്പറുകളിലും, പല RRBയുടെ ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. ഇമ്പോർട്ടന്റ് ആണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അതേപോലെ രണ്ട് കലകൾ കൂടി എക്സ്ട്രാ പറയാനുണ്ട്. നമ്മുടെ സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത്, നമുക്കറിയാം സസ്യങ്ങൾ, ഒരു പ്ലാന്റ്സ് വേരുകളെ ജലം വലിച്ചെടുക്കും. വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്ന കലകളുണ്ട്. ആ ഇലകളിലേക്ക് എത്തിക്കുന്ന കലകളെ നമ്മൾ വിളിക്കുന്ന പേര് സൈലം എന്നാണ്. ആണോ? സൈലം എന്നാണ്. സസ്യങ്ങളെ വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലവും. അങ്ങനെ ഇലകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുകയും അതിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുകയും, അങ്ങനെ ഗ്ലൂക്കോസിനെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുപോകുന്ന കലകളുണ്ട്. സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുപോകുന്ന കലകളെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലോയം എന്നാണെന്ന് കൂടി മനസ്സിലാക്കാം. സോ സൈലവും ഫ്ലോയവും, സൈലം എന്ന് പറയുന്നത് സംവഹന കലകളാണ്. ഈ സൈലവും ഫ്ലോയവും എന്ന് രണ്ടും സംവഹന കലകളാണ്. അതിൽ സൈലം ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നുവെങ്കിൽ ഫ്ലോയം ഭക്ഷണപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ശരീരത്തിലെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗ്ലൂക്കോസ് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്താണ് ഡയാലിസിസ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടത്. ഡയാലിസിസ് എന്താണ്? ഡയാലിസിസ് നമുക്കറിയാം, നമ്മുടെ വൃക്കകൾ, അല്ലെ, നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്ന ഒരു വിസർജന അവയവമാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കകളാണ്. വൃക്കകളിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളുണ്ട്, വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളും ഉണ്ട്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് വൃക്കാധമനി എന്നും വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേര് വൃക്കാസിര എന്നുമാണ്. ക്ലിയർ ആണല്ലോ? എന്താണ് വൃക്കാധമനി? വൃന്ദമനി അല്ല, വൃക്കാധമനി.
വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ വൃക്കാധമനി എന്നും വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ നമ്മൾ വൃക്കാസിര എന്നും പറയുന്നു. ഈ വൃക്കകളാണ്. വൃക്കകളുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഫ്രോണുകളാണ്, അല്ലെ? നെഫ്രോണുകളാണ്. അരിപ്പകൾ എന്നറിയപ്പെടുന്ന വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്ന് മനസ്സിലാക്കുക, അല്ലെ? അരിപ്പ എന്നറിയപ്പെടുന്ന ശരീരാവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കകളാണ്. നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വൃക്കകളുടെ പ്രധാന ധർമ്മം. 2 വൃക്കകളാണ് നമുക്കുള്ളത്. നമ്മുടെ ഉദരാശയത്തിലെ നട്ടലിന് ഇരുവശങ്ങളിലായിട്ടാണ് വൃക്കകൾ കാണപ്പെടുന്നത്. ഈ വൃക്കകൾ തകരാറിലായി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഈ ഡയാലിസിസ് പ്രക്രിയ എന്ന് പറയുന്നത്. സോ ഈ ഡയാലിസിസ് പ്രക്രിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ആദ്യം ധമനികളിൽ നിന്ന് മാലിന്യത്തിന്റെ അളവ് കൂടിയ രക്തം നമ്മൾ ഒരു ട്യൂബ് വഴി ആ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് എത്തിക്കുന്നു. അതേപോലെ രക്തം പുറത്തേക്ക് വന്നാൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാനായിട്ട് എന്ത് ചേർക്കുന്നു? ഹെപ്പാരിൻ ചേർക്കുന്നു. ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റി കൊയാങ്കുലന്റ് ചേർക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റി കൊയാങ്കുലന്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ അത് ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുമ്പോൾ അവിടുന്ന് ആ രക്തത്തിലുള്ള മാലിന്യങ്ങൾ അരിച്ചു മാറ്റപ്പെടുന്നു. പിന്നീട് ശുദ്ധരക്തം നമ്മൾ സിരകൾ വഴി കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ പഠിക്കേണ്ട എന്താണ് ഹെപ്പാരിൻ? രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന ഒരു ആന്റി കൊയാങ്കുലന്റ് ആണ്. അതായത് ഡയാലിസിസ് പ്രക്രിയയിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ചേർക്കുന്ന ഒരു ആന്റി കൊയാങ്കുലന്റ് ആണ് ഹെപ്പാരിൻ എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാം ഒരുപാട് വേക്കൻസിയുമായിട്ട് വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഈ ഒരു ടൈമിൽ എക്സാമുകൾ നമുക്കൊരു വിചാരമാണ്, നമ്മൾ പഠിക്കാണ്ട് പോയി എഴുതി കഴിഞ്ഞാൽ കിട്ടും. അത് തെറ്റായിട്ടൊരു ധാരണയാണ്. കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്, സഹായിക്കാനായിട്ടാണ് RRB ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും പുതിയൊരു ബാച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ഇവിടെ തരുന്നുണ്ട്. നോട്ടുകളായിക്കൊള്ളട്ടെ, ലൈവ് സെക്ഷൻസുകളായിക്കൊള്ളട്ടെ, വീക്ക്ലി 3-4 ലൈവ് സെക്ഷൻ, പേഴ്സണൽ മെന്റർഷിപ്പുകൾ, വീക്ക്ലി എക്സാമുകൾ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളോടൊപ്പം ചേർന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പർ ഞങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. വേരിന്റെ ശാഖകളുടെയോ അഗ്രത്തിൽ കാണപ്പെടുന്ന കലകൾ ഏതാണ്? വേരിന്റെയോ ശാഖകളുടെയോ അഗ്രത്തിൽ കാണപ്പെടുന്ന കലകൾ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം കോശങ്ങളുടെ കൂട്ടമാണ്. അതായത് ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കലകൾ, ആദ്യം മെരിസ്റ്റമിക കലകളെ കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കോളൂ, എന്താണ്? സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. വേരിന്റെയോ കാണ്ഡത്തിന്റെയോ അഗ്രങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. ഈ കോശങ്ങൾ ചേർന്ന കലകൾ മെരിസ്റ്റമിക കലകൾ. ഓക്കെ, ഇവിടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യയുടെ വളർച്ചയ്ക്ക് കാരണമാക്കുന്നത്. സോ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാക്കുന്ന പ്രത്യേകതരം കോശങ്ങൾ അല്ലെങ്കിൽ കലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെരിസ്റ്റമിക കലകളാണ്. ഇവ പെട്ടെന്ന് വിഭജിക്കുന്നതുകൊണ്ട് സസ്യങ്ങൾ വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്, വേരിന്റെയോ ശാഖയുടെ അഗ്രത്തിൽ കാണപ്പെടുന്ന കലകൾ ഏതാണെന്നാ കണ്ണുകൂട്ടി പറയാം. ഏതാണ്? എപ്പിക്കൽ മെരിസ്റ്റമിക കലകളാണ് എന്ന് മനസ്സിലാക്കുക. അത് അവയുടെ വളർച്ച കൂടാനായിട്ട് സഹായിക്കുന്നു. വളർച്ച കൂടാൻ സഹായിക്കുന്ന കലകളാണ് മെരിസ്റ്റമിക കലകൾ, എപ്പിക്കൽ മെരിസ്റ്റമിക കലകൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ഈ ഒരു സെക്ഷൻസ് തീർന്നു. അപ്പൊ മറ്റൊരു ലൈവ് സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.